നമസ്കാരം. ഞാൻ ശശിധരൻ കോഴിമല. ശശിധരൻ വീറ്റി. നോളജ് ഈസ് പവർ, സത്യം, ധർമ്മം, അഹിംസ എന്നിങ്ങനെയൊക്കെ പേരുകളിൽ വീഡിയോ ഇറക്കുന്നതും സ്റ്റോറികൾ ഇടുന്നതും ഞാൻ തന്നെയാണ്. എനിക്കൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. വിതയ്ക്കുന്നത് എന്താണോ അതിൻ്റെ വിളവേ കൊയ്യാൻ പറ്റുള്ളൂ. നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യാം. ആപ്പിളാണ് നടുന്നെങ്കിൽ ആപ്പിൾ പറിക്കാം. ഞെരിഞ്ഞില നടുന്നെങ്കിൽ ഞെരിഞ്ഞിൽ നടാം. ചൂഷണമാ നീ വിതച്ചതെങ്കിൽ നിനക്ക് ചൂഷണം കൊയ്യാം. പീഡനമാ നീ വിതച്ചതെങ്കിൽ നിനക്ക് പീഡനം കൊയ്യാം. മോഷണമാ നീ വിതച്ചതെങ്കിൽ നിനക്ക് മോഷണം കൊയ്യാം. മയക്കുമരുന്ന് കച്ചവടവും മയക്കുമരുന്ന് ഉപയോഗമാണെങ്കിൽ നിനക്ക് അതിൻ്റെ ഫലം കൊയ്യാം. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മളിപ്പോൾ ഇവിടെ കണ്ടതാ, കേരളത്തിൽ കണ്ടതാ. ഈ ഒരു രാജാവിനെ പോലെ വാണ ഒരാളുണ്ടായിരുന്നു, ബഹുമാന്യനാണ്. ഈ ഒത്തിരി പേര് ജനസപ്പോർട്ടുള്ള ആളാണ്. പക്ഷേ ജനിച്ചപ്പം മുതൽ ചൂഷണവും പീഡനവും കൊലപാതകവും പിടിച്ചുപറിയും എല്ലാ ആർഭാടത്തിൽ ജീവിക്കാൻ വേണ്ടി എല്ലാ അന്യായ മാർഗങ്ങളും സ്വീകരിച്ചു. അവസാനം ഇദ്ദേഹം വിചാരിച്ചു കേരളത്തിൽ ജനങ്ങളെല്ലാം അടിമകളാണെന്നും ഇദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളാണെന്നും. മൂന്നാമതും ഭരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കണ്ടതായ എന്താ ഫലമെന്ന്. അദ്ദേഹം അതിൻ്റെ ഫലം കൊയ്തുകൊണ്ടിരിക്കുക. ഇനിയുണ്ട്. ചെയ്ത ധീരപ്രവർത്തികൾക്കുള്ള കേസുകൾ വരുന്നുണ്ട്. ആംബിയറുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ അതെല്ലാം പൊക്കിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ആ മുഖ്യമന്ത്രി ജനം താഴെ ഇറക്കും. യാതൊരു സംശയവും വേണ്ട. ചുമ്മാ വീമ്പ് പറഞ്ഞാൽ പോരാ. അയാൾ ചെയ്ത കള്ളത്തരങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി ജനങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കണം. അവൻ്റെ സ്തുതിപാഠക തൊഴിലാളികളും ന്യായീകരണ തൊഴിലാളികളും ഞെട്ടണം ഇവൻ ചെയ്ത ഭീകര പ്രവർത്തനങ്ങൾ കണ്ട്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. എന്താണോ നിങ്ങൾ വിതയ്ക്കുന്നത് അത് നിങ്ങൾക്ക് കൊയ്യാം. സത്യവും ധർമ്മവും അഹിംസയും അനുസരിച്ച് ജീവിക്കുകയും ആരെയും പീഡിപ്പിക്കാതിരിക്കുകയും ചതിയും വഞ്ചനയും ചെയ്യാതിരിക്കുകയും മോഷ്ടിക്കാതിരിക്കുകയും കള്ളത്തരം ചെയ്യാതിരിക്കുകയും ചൂഷണം ചെയ്യാതിരിക്കുകയും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ദൈവശാപം ഇല്ലാതെ ജീവിക്കാം. ദൈവശാപം വലിയൊരു ശാപമാണ്. അദ്ദേഹത്തിന് യാതൊരു വഴിപാടിലും വീഴുകയില്ല. ജാതിക്കൊഴുപ്പിൽ വീഴുകയില്ല, മൃഗക്കൊഴുപ്പിൽ വീഴുകയില്ല, പൊളിറ്റിക്കൽ പവറിൽ വീഴുകയില്ല, ജനസംഘടന ശക്തിക്ക് മുമ്പിൽ വീഴുകയില്ല. അത് റേ പോലെയാണ്. ചില റേകൾ എക്സ്റേ, ഗാമാ റേ, ബീറ്റാ റേ എന്ന് പറഞ്ഞ പോലെ ചില റേകൾ പോലെയാണ്. അവ അതിൻ്റെ പാതയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈശ്വരശക്തി നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ നിങ്ങളിൽ ചില ന്യൂനതകളുണ്ടെങ്കിൽ കടന്നു വരത്തില്ല. വളരെ ഉയരത്തിൽ കടലോളം വെള്ളമുണ്ട്, കടൽ പോലെ വെള്ളമുണ്ട്. അതിനകത്തുനിന്ന് ധാരാളം ഓവുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് എത്തുന്നുണ്ട്, നിങ്ങളുടെ പറമ്പിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും എത്തുന്നില്ല. എല്ലാം അടഞ്ഞിരിക്കുക. എന്തുകൊണ്ടാണ് അടഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ ഭാഗത്തേക്ക് സൗഭാഗ്യം എന്താണ് എത്താത്തത്? നിങ്ങളുടെ ദുർചിന്ത, ദുർപ്രവൃത്തി, ദുർശീലം, ഇതെല്ലാമാണ് എത്താത്തത്. അതിന് കുറ്റം പറയേണ്ടത് മറ്റാരെയുമല്ല, നിങ്ങളെ തന്നെയാണ്. നിങ്ങളാണ് നിങ്ങളുടെ ശത്രു. നിങ്ങൾ കള്ളു കുടിക്കും, പുകവലിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കും, പീഡനം നടത്തും. നിങ്ങളെന്ത് ചെയ്താലും അതിനെ ആരെങ്കിലും ന്യായീകരണ തൊഴിലാളികളും സ്തുതിപാഠക തൊഴിലാളികളും ഉണ്ട്. നിങ്ങൾ ഹീറോ. പക്ഷേ ദൈവം ഇതൊന്നും കണക്കിലെടുക്കുകയല്ല. ദൈവത്തിൻ്റെ നിയമം നടപ്പാക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നേർവഴിക്ക് ജീവിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ അനന്തര തലമുറകൾക്കും നല്ലതാണ്. ദുർവഴിക്ക് പോയാൽ പോകുന്നവൻ്റെ തലമുറയും ദുർവഴിക്ക് പോകും. ഒരാൾ മതിൽ ചാടിയാൽ അവൻ്റെ മകൻ ചിലപ്പം ചൈനാ മതിൽ ചാടും. യാതൊരു സംശയവുമില്ല. നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പലതും. അതുകൊണ്ട് ജനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ജനം ഓരോ സർട്ടിഫിക്കറ്റ് എഴുതും. കേട്ടിട്ടില്ലേ ചുറ്റുവട്ടത്തും ജീവിക്കുന്നവരെ പറ്റി ജനം സർട്ടിഫിക്കറ്റ് എഴുതുന്നത്? അത്
പിന്നെ ആരാ വാസവദത്തയാ, അത് കായംകുളം കൊച്ചുണ്ണിയാ, അത് പിന്നെ ഇവിടുത്തെ വലിയൊരു നേതാവാണ്. അവന് ചൂഷണവും ഭീഷണവും ഒക്കെ അറിയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ജനം സർട്ടിഫിക്കറ്റ് തരും. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ജനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ജനം ആരെക്കുറിച്ചും ദോഷം പറയത്തില്ല. മുല്ലപ്പൂ എടുത്ത് മണത്തി നോക്കിയിട്ട് ഇത് മുല്ലപ്പൂവാണെന്ന് തന്നെ പറയും. ചേനപ്പൂ എടുത്ത് മണത്തി നോക്കിയിട്ട് ഇത് ഭയങ്കര വാടയാണെന്നും ഇത് ചേനയുടെ പൂവാണെന്നും തന്നെ പറയും. ജനത്തിൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ല. കൂടുതൽ നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം.